മിൽമ രൂപീകൃതമായത് 1980-ലാണ്. 1980 മിൽമ രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ 45,000 ക്ഷീരകർഷകരായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. 42,000 ക്ഷീരകർഷകരും 52,000 ലിറ്റർ പാലിൻ്റെ സംഭരണവുമായി തുടങ്ങിയിട്ടുള്ള ആനന്ദ് മാതൃകാ രീതിയിലുള്ള ക്ഷീരോത്പാദക പ്രസ്ഥാനമാണ് മിൽമ, അഥവാ KCMMF, കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. ഈ 45 വർഷം പിന്നിടുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മളുടെ 2025 ആകുമ്പോൾ മിൽമയെ ഇപ്പോൾ 3406 ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളായും 10.5 ലക്ഷത്തിലധികം വരുന്ന ക്ഷീര കർഷകരുടെ ഒരു മഹത് പ്രസ്ഥാനമായിട്ടാണ് മിൽമ മാറിയിരിക്കുന്നത്. പ്രതിദിനം ഇന്ന് 12,48,000 ലിറ്ററിലധികം പാൽ സംഭരണവും 16 to 17 ലക്ഷം ലിറ്റർ പാലിൻ്റെ വിപണനവുമായിട്ടാണ് ഇന്ന് മിൽമ നിലനിന്ന് പോകുന്നത് എന്നുള്ളത്. അതായത് മിൽമ ഒരു 2024-25 കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 4,377 കോടി രൂപയുടെ വിറ്റുവരവുള്ള ഒരു സ്ഥാപനമായിട്ടാണ്, അതായത് ജനങ്ങളോട് ഒപ്പം തന്നെ ക്ഷീര കർഷകരോട് എന്നും ഒന്നിച്ചു നിൽക്കുന്ന പ്രസ്ഥാനമായിട്ട് മിൽമയ്ക്ക് എന്നും മാറുവാൻ സാധിച്ചു എന്നുള്ളതെല്ലാം തന്നെ നമ്മുടെ ഒരു അഭിമാന നേട്ടം തന്നെയാണെന്ന് പറയാൻ പറ്റും. പിന്നെ ക്ഷീര കർഷകർക്ക് നമ്മൾ എന്നും നമ്മുടെ നട്ടലായ ക്ഷീര സഹകരണത്തിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് ക്ഷീര കർഷകരാണ്. അപ്പോൾ ആ ക്ഷീര കർഷകർക്ക് കൃത്യമായി 10 ദിവസത്തിലൊരിക്കൽ പാൽവില നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ മിൽമ. അതുകൂടാതെ തന്നെ നമ്മുടെ രാജ്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന പാൽവില നൽകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ കേരളത്തിൽ ഇത്രയും ഉയർന്ന വില നൽകുവാൻ നമ്മൾക്ക് മിൽമ ഒത്തൊരുമയോടുള്ള പ്രവർത്തനത്തോടെ നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ 2023 നമ്മുടെ ദേശീയ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്നുള്ള ബഹുമതി കൂടി നമ്മുടെ മിൽമയ്ക്ക് കിട്ടി എന്നുള്ളത് നമ്മൾക്ക് മിൽമയിലെ ഓരോ ക്ഷീര കർഷകർക്കായാലും ശരി, മിൽമയിലെ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൂടെ തന്നെ മിൽമ എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കിക്കൊണ്ട് എല്ലാ പൊതു അവധികൾ പോലും നമ്മൾ കണക്കാക്കാതെ, ഹർത്താലായിക്കോട്ടെ, പൊതു അവധി നോക്കാതെ, എന്ത് നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ട് സമൂഹത്തോടൊപ്പം നമ്മുടെ ആ പ്രതിബദ്ധത നിലനിർത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ് മിൽമ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്ഷീരകർഷകരുടെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള നൂതന മാർഗങ്ങൾ നമ്മൾ അവലംബിച്ചുകൊണ്ടാണ് ഈ മിൽമ ഈ 45 വർഷം പിന്നിടുമ്പോഴും ഓരോ വർഷവും എന്തെല്ലാം പുതിയ നൂതന കാര്യങ്ങൾ നമ്മുടെ കർഷകരിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചെയർപേഴ്സൺസും നമ്മുടെ ബോർഡ് ഓഫ് മെമ്പേഴ്സുമാണ് മിൽമയിലുള്ളത്. മിൽമയുടെ ഉന്നമനം മാത്രം ലക്ഷ്യക്കൊണ്ട്, ക്ഷീര കർഷകരുടെ പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ ക്ഷീര കർഷകരുടെ ഉന്നമനം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് നമ്മുടെ മിൽമ. മിൽമയുടെ ദൗത്യം എന്ന് പറയുന്നത് ഉപഭോക്താവിൻ്റെ സംതൃപ്തിയാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവരും അറിയാം, കർഷകരിൽ കൊണ്ടുവരുന്ന ആ നറുമണമുള്ള പാല് നമ്മുടെ ഉപഭോക്താവിനും അതേ നറുമണത്തോടുകൂടി ക്ഷീര കർഷകരിൽ എത്തിക്കുന്ന പാലിൻ്റെ അതേ ഗുണമേന്മയിൽ തന്നെ ഉപഭോക്താവിൽ എത്തിച്ചുകൊണ്ട് നമ്മുടെ ആ ദൗത്യം നമുക്ക് എന്നും നിറവേറ്റാനായിട്ട് മിൽമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ആഘോഷ പരിപാടികൾ നമ്മൾ നോക്കുകയാണെങ്കിലും, ഓണത്തായാലും ശരി, എന്ത് ആഘോഷങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും മിൽമയുടെ പാലിൻ്റെയും ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നോക്കുകയാണെങ്കിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ക്രമാതീതമായ റെക്കോർഡുകൾ അധികരിച്ചുകൊണ്ടുള്ള വിൽപ്പനയാണ് നമുക്ക് സാധിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണമേന്മ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് തറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുക. പിന്നെ മിൽമയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 15 ആധുനിക ഡയറി പ്ലാന്റുകളാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ മിൽമയിലെ 3 പ്രോഡക്റ്റ് ഡയറികൾ നമ്മൾക്കുണ്ട്, 2 കാലത്തീറ്റ പ്ലാന്റുകൾ നമ്മൾക്കുണ്ട്. ഒന്ന് മലമ്പുഴയിലും ഒന്ന് പട്ടണക്കാടായിട്ട് നമുക്ക് പ്രവർത്തിക്കുന്ന 2 കാലത്തീറ്റ പ്ലാന്റുകളാണ് ഉള്ളത്. ആ കാലത്തീറ്റ പ്ലാന്റിൽ നിന്ന് പ്രീമിയം കാലത്തീറ്റയായ മിൽമ ഗോമതി ഗോൾഡ് എന്ന കാലത്തീറ്റ നമ്മുടെ 14 ജില്ലയിലെ ക്ഷീര കർഷകർക്കും ക്ഷീര സംഘങ്ങൾ വഴി വിൽപ്പന നടത്തി വരികയും ചെയ്യുന്നുണ്ട്. മൊത്തം നമ്മുടെ ഈ 3 മേഖലാ യൂണിയനുകളുടെ പരിധിയിൽ 3406 ക്ഷീര സഹകരണ സംഘങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. മിൽമ അപ്പെക്സ് സ്ഥാപനമാണ്. അതിൻ്റെ പരിധിയിൽ നമുക്ക് 3 മേഖലാ യൂണിയനുകളാണ് ഉള്ളത്. ഒന്ന് തിരുവനന്തപുരം മേഖലാ യൂണിയൻ, അടുത്തതായി എറണാകുളം മേഖലാ യൂണിയൻ,
അടുത്തത് മലബാർ മേഖലാ യൂണിയനാണ്. ഈ 3 മേഖലാ യൂണിയനും ക്ഷീര കർഷകരുടെ അവരുടെ പരിധിയിൽ വരുന്ന അംഗസംഘങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അത് എന്തൊക്കെ കാര്യങ്ങൾ ഓരോ സമയവും ഓരോ കാലത്തിനുചിതമായ എന്തെല്ലാം മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പാക്കുന്ന വിവിധ സ്കീമുകൾ കൊണ്ടുപോയി തന്നെ ഈ 3 മേഖലാ യൂണിയനും ഇന്ന് ക്ഷീര കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി വിവിധമായ പരിപാടികളാണ് ആവിഷ്കരിച്ചു വരുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3 മേഖലാ യൂണിയനും പൊതുവായിട്ട് കുറേ സ്കീമുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ 2024-25 കാലഘട്ടത്തിൽ നൽകിയത് അധിക പാൽവിലയാണ്. അതായത് ക്ഷീര കർഷകർക്ക് ഈ 10 ദിവസത്തിലൊരിക്കൽ പാൽവില കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഒരു വരുമാനം ആയിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ മിൽമയിൽ നിന്നും ക്ഷീരസംഘങ്ങളിൽ നിന്ന് ഡയറിയിലേക്ക് അയക്കുന്ന പാലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അധിക വില തന്നെ 3 മേഖലാ യൂണിയനും 2024-25 കാലഘട്ടത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെ 157.99 കോടി രൂപയുടെ അധിക പാൽവില നമ്മൾ ക്ഷീര കർഷകരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തതായി വരുന്നത് കാലിത്തീറ്റ സബ്സിഡിയാണ്. നമ്മുടെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനും അതുപോലെ തന്നെ 3 മേഖലാ യൂണിയനും അതിൻ്റേതായ തനത് ഫണ്ടിൽ നിന്നെടുത്ത് 30.18 കോടി രൂപയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ 2024-25 കാലഘട്ടത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോഴും 25-26 കാലഘട്ടത്തിലും മിൽമയുടെ അധിക പാൽവിലയും കാലിത്തീറ്റ സബ്സിഡിയായിട്ടും നമ്മൾ വകയിരുത്തി നമ്മൾ നടപ്പാക്കിക്കൊണ്ടുവരുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഒരു മിൽമയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വയം പര്യാപ്തതയാണ്. ഈ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ക്ഷീര കർഷകരുടെ സമൂലമായിട്ടുള്ള ഉൽപാദന ചെലവിനായിക്കോട്ടെ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നൂതന പരിപാടികളും നടപ്പിലാക്കിക്കൊണ്ടാണ് മിൽമ മുന്നോട്ട് പോകുന്നത്. മൊത്തം 24-25 കാലഘട്ടത്തിൽ 254.79 കോടി രൂപയുടെ ആണ് ക്ഷീര സംഘങ്ങൾക്ക് കർഷകർക്ക് വേണ്ടിയിട്ട് ക്ഷേമ പ്രവർത്തനത്തിനായി വിനിയോഗിച്ചത് എന്നുള്ളതാണ്. പിന്നെ അടുത്തതായി നമ്മുടെ 24-25 കാലഘട്ടത്തിലും 23-24 കാലഘട്ടത്തിൽ നമ്മൾ അധികമായി ഫോക്കസ് ചെയ്ത ഒന്നാണ് കാലാവസ്ഥ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. അതായത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം വരുന്ന താപനില ഉണ്ടാകുമ്പോൾ പശുവിനുണ്ടാകുന്ന നമ്മുടെ പശുവിന് പാല് ലഭിക്കുന്നതിലും ഉണ്ടാകുന്ന കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാലാവസ്ഥ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി നമ്മൾ നടപ്പാക്കിയത്. അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടാണ് നമ്മൾ 2023-24 കാലഘട്ടത്തിൽ ഇത് ആരംഭിച്ചത്. അതിലൂടെ 23-24 കാലഘട്ടത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1,19,00,000 ക്ലെയിമാണ്. 1,19,00,000 രൂപ ക്ഷീര കർഷകർക്കായിട്ട് ക്ലെയിമായിട്ട് നമുക്ക് നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത്. അതുപോലെ 24-25 കാലഘട്ടത്തും ഇപ്പോഴും നമ്മൾ ഈ കാലാവസ്ഥ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതിക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ച് നടപ്പാക്കി വരുന്നുണ്ട് മേഖലാ യൂണിയൻ മുഖാന്തരം. അടുത്തത് നമ്മുടെ കാലിത്തീറ്റ മറ്റു തീറ്റകൾക്കും സബ്സിഡി നൽകുന്നതാണ്. നമ്മുടെ ഓരോ ബാഗ് മിൽമ ഗോമതി ഗോൾഡ് കാലിത്തീറ്റയ്ക്ക് 100 രൂപ ഫെഡറേഷൻ തലത്തിലും അതുപോലെ തന്നെ മേഖലാ യൂണിയൻ തലത്തിലും സബ്സിഡി നൽകിക്കൊണ്ട് തന്നെ ക്ഷീര കർഷകരുടെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യം നമ്മളുമായി മുന്നോട്ട് പോകുന്നതാണ്. അതുകൂടാതെ തന്നെ പച്ചപ്പുല്ലിന് നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. സൈലേജ്, അതുപോലെ മിനറൽ മിക്സർ ധാതുലവണ മിശ്രിതം, നമ്മുടെ ബൈപ്പാസ് 14 ഫീഡായിട്ടുള്ള നമ്മുടെ ക്ഷീര സമൃദ്ധി, അങ്ങനെയുള്ള എല്ലാത്തിനും തന്നെ നമ്മൾ സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മേഖലാ യൂണിയൻ മുഖാന്തരം. അതുപോലെ തന്നെ നമ്മുടെ മൃഗചികിത്സയ്ക്കുള്ള ചെലവുകളാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ മൃഗചികിത്സയ്ക്കുള്ള ചെലവുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വികേന്ദ്രീകൃത മൃഗചികിത്സാ യൂണിറ്റുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. മേഖലാ യൂണിയൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ കർഷകരിലേക്ക് ഈ ചികിത്സ ക്ഷീര കർഷകരുടെ കന്നുകാലികൾക്ക് ഈ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ വികേന്ദ്രീകൃത മൃഗചികിത്സാ യൂണിറ്റുകൾ നമ്മുടെ 3 മേഖലാ യൂണിയനിൽ നടപ്പിലാക്കി വരുന്നത്. അടുത്തതായി നമ്മുടെ കർഷകർക്കായി വികസന വകുപ്പ് പ്രകാരം നമുക്ക് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ക്ഷീരസാന്ത്വനം പദ്ധതി. ഈ ക്ഷീരസാന്ത്വനം പദ്ധതി പ്രകാരം നമുക്ക് വിഹിതമായി കർഷകർക്ക് 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി കൂടിയാണത്. അത് ക്ഷീര കർഷകർക്ക് പശുക്കളെ ഇൻഷുറൻസ് ചെയ്യുന്നതിന് വലിയൊരു സഹായകരമായിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണിത്. പിന്നെ ക്ഷീര മേഖലയിൽ നമ്മുടെ വായ്പയുമായി നമ്മൾ ബാങ്കുകളെ സമീപിക്കുമ്പോൾ അവർക്ക് ഒരു നല്ല ഒരു അപ്രോച്ച് അല്ല കിട്ടുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മേഖലാ യൂണിയനിലെ ചെയർപേഴ്സൺസ് ആയിട്ടുള്ള ചെയർമാൻമാരും അതുപോലെ നമ്മുടെ
ബോർഡ് മെമ്പേഴ്സും എല്ലാവരും കൂടി തന്നെ ക്ഷീരമിത്രം പദ്ധതിക്ക് നമ്മൾ ക്ഷീരമിത്രം തന്നെ ഒരു കേരള ബാങ്കുമായിട്ട് നമ്മൾ കേരള ബാങ്ക് ക്ഷീര കർഷകർക്കായി നടപ്പാക്കുന്ന പദ്ധതിയാണത്. അതിന് പ്രകാരം നമ്മൾക്ക് ഒരു 18 കോടി രൂപയോളം ഇന്ന് നമ്മുടെ ക്ഷീര കർഷകർക്ക് പശു വാങ്ങുന്നതിനും അതേപോലെ തന്നെ തൊഴുത്തു നവീകരണത്തിനും ബാക്കിയുള്ള അക്സസറീസിനും വേണ്ടി നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ വായ്പ നൽകാനായിട്ട് നമുക്ക് മറ്റുള്ള സ്ഥാപനങ്ങളുമായി നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോൾ നമ്മളോട് മുന്നോട്ട് വന്ന സ്ഥാപനങ്ങളാണ് ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ, പിന്നെ SC/ST ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഖാദി വില്ലേജസ് ഇൻഡസ്ട്രീസ് ബോർഡ്, വ്യവസായ വകുപ്പ് എന്നിവർ നമ്മുടെ ക്ഷീര കർഷകർക്ക് പശു വാങ്ങുന്നതിനും തൊഴുത്ത് നിർമ്മാണത്തിനും നവീകരണത്തിനും എല്ലാം തന്നെ സഹായങ്ങൾ നമുക്ക് നൽകി വരുന്നുണ്ട്. 24-25 കാലഘട്ടത്തിലും തുടർന്നും ഇപ്പോഴും നമ്മുടെ ക്ഷീര കർഷകർക്ക് ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്ന പക്ഷം വളരെ ലളിതമായ വ്യവസ്ഥയിൽ ലളിതമായ നിരക്കിലും നമുക്ക് വായ്പ അനുവദനീയമാക്കിയിട്ടുള്ള ഒരു ഇതിനും നമ്മൾ നേതൃത്വം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അടുത്തതായി നമ്മൾക്ക് ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു പാൽപ്പൊടി ഫാക്ടറി ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ മൂർക്കനാട് നമ്മളുടെ സ്വന്തമായിട്ട് ഒരു പാൽപ്പൊടി ഫാക്ടറി 24/12/2024 നമ്മുടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. 131 കോടി രൂപ ചെലവാക്കിയിട്ടാണ്, അതായത് നമ്മുടെ മിച്ചം വരുന്ന പാല് നമ്മൾക്ക് പാൽപ്പൊടിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതിദിനം 10 ടൺ ഉൽപാദന ശേഷിയുള്ള ഒരു പാൽപ്പൊടി ഫാക്ടറിയാണ് നമ്മൾക്ക് 2024 നമ്മൾക്ക് ഉദ്ഘാടനം ചെയ്ത് വിവിധ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. കിടാരി ദത്തെടുക്കൽ പദ്ധതിയുണ്ട്. പശുക്കളെ അന്യ സംസ്ഥാനത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടാകുന്ന കടത്തുകൂലി കൊടുക്കുന്നതിനുള്ളൊരു വിഹിതം നമ്മൾ നടപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ക്ഷീര സുമംഗലി ക്ഷീര കർഷകരുടെ മക്കളുടെ വിവാഹത്തിന് ധനസഹായം അനുവദിച്ചു വരുന്നുണ്ട്. പിന്നെ ക്ഷീര സാന്ത്വനം പദ്ധതിയുണ്ട്. ക്ഷീര കർഷകർക്ക് മാരകമായ രോഗങ്ങൾക്ക് ചികിത്സാ ചെലവുകൾക്കും വേണ്ടിയിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണത്. പിന്നെ ക്ഷീര കർഷകർക്ക് നമ്മൾ പരിശീലനങ്ങൾ നൽകി വരുന്നുണ്ട്.